നിവിൻ പോളിക്കെതിരായ പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. ബലാത്സംഗ തീയതി പറഞ്ഞത് ഉറക്കപ്പിച്ചിലെന്നാണ് മൊഴി. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, തുടക്കം മുതൽ തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴി സംബന്ധിച്ച് പോലീസിന് തന്നെ ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായി ഈ പരാതിക്കാരി നൽകിയ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഡേറ്റിൽ ദുബായിൽ ഉണ്ടായിരുന്നില്ല നിവിൻ പോളി എന്നതിന് വ്യക്തമായ തെളിവുകൾ നടനും സംവിധായകനും കൂടിയായ വിനീത് ശ്രീനിവാസൻ പുറത്തുവിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പുറമെ നടി പാർവതി അടക്കം തനിക്കൊപ്പം ഉണ്ടായിരുന്നു നിവിൻ പോളി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ട സാഹചര്യം. ഇപ്പോഴിതാ ഉറക്കപ്പിച്ചിലായിരുന്നു താൻ ആ ഡേറ്റ് പറഞ്ഞതെന്ന് പറയുകയാണ് പരാതിക്കാരി എന്നാണ്, ആ മൊഴിയാണ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറും ഉറക്കപ്പിച്ചിൽ പറയേണ്ടതായിരുന്നു ആ ഡേറ്റ് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. എന്താണ് പ്രധാനമായും ഈ വിഷയത്തിലെ ഈ വാർത്തയിലെ വിശദാംശങ്ങൾ നവമി? നവ്യ, നമുക്കറിയാം നിവിൻ പോളിക്കെതിരായിട്ടുള്ള ഈ ബലാത്സംഗ പരാതി, അതിന് പിന്നാലെ തന്നെ നിവിൻ പോളി ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. അദ്ദേഹം അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയെ തനിക്ക് അറിയില്ല, ഇതിനു മുൻപും തനിക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ പരാതി നൽകിയിരുന്നു. അന്ന് പോലീസ് ഇതിനെപ്പറ്റി അന്വേഷിച്ച ശേഷം കേസ് ക്ലോസ് ചെയ്തതാണെന്നും നിവിൻ പോളി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻ പോളി ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസ് നൽകിയത്. പിന്നീട് നിവിൻ പോളിയെ 6ാം പ്രതിയാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു പ്രതികരണത്തിലായിരുന്നു ഈ പെൺകുട്ടി 2023 ഡിസംബർ 14-15 തീയതികളിലാണ് തനിക്ക് നേരെ നിവിൻ പോളിയിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായത്, അതും വിദേശ രാജ്യത്ത് വെച്ച് എന്ന് പെൺകുട്ടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് നിവിൻ പോളിക്ക് പൂർണ്ണ പിന്തുണയുമായി സിനിമാ രംഗത്തെ ആളുകൾ രംഗത്തെത്തിയത്. അതും നിവിൻ പോളി അന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കൊച്ചിയിലായിരുന്നു. ആ ദിവസങ്ങൾ, അതായത് ഈ പരാതിക്കാരി പറയുന്ന 14-15 തീയതികളിൽ നിവിൻ പോളി കൊച്ചിയിലുണ്ടായിരുന്നു. ക്രൗൺ പ്ലാസയിൽ താമസിച്ചെന്നടക്കമുള്ള ദൃശ്യങ്ങൾ, ഇതിന്റെ തെളിവുകളും ദൃശ്യങ്ങളും ഒക്കെ പരിശോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസനും ഒപ്പം സിനിമയിലെ മറ്റ് താരങ്ങളും രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇന്ന് പെൺകുട്ടി മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, അത് താൻ പറഞ്ഞ ആ തീയതി, അത് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ ആ സമയത്ത് താൻ ഉറക്കപ്പിച്ചിലായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു തീയതി പറഞ്ഞത്. പോലീസ് സത്യം അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നുകൂടി പെൺകുട്ടി പറയുന്നുണ്ട്. ഒപ്പം ഈ കേസ് അട്ടിമറിക്കുന്നതായ ഒരു സംശയമുണ്ട്, അതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത്. നിവിൻ പോളിക്കെതിരായിട്ടുള്ള അന്വേഷണവും അത് നടക്കട്ടെ എന്നതുകൂടി തന്നെ പെൺകുട്ടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, നിവിൻ പോളി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന് മുന്നിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണ്, അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഇതൊരു അന്വേഷണം വേണം, തന്റെ പാസ്പോർട്ട് അടക്കം പോലീസിന് നൽകിക്കൊണ്ട് ഉള്ളൊരു പരാതിയാണ് നിവിൻ പോളി നൽകിയിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.